ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിൽ ഇന്നും കസേരകളി. വിവാദങ്ങൾക്കിടയിൽ ഡോക്ടർ റീന ഇന്നും ജോലിക്കെത്തി. താൻ വന്നത് കോടതി ഉത്തരവ് പ്രകാരമാണെന്നും പങ്കെടുക്കേണ്ട നിർണായക യോഗത്തിൽ തള്ളിക്കയറാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും ഡോക്ടർ റീന പറഞ്ഞു. ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു PTS മുതൽ മിനിസ്റ്റർ വരെയുള്ള എല്ലാവരും ഒരേ മനസ്സോടെ ഐക്യത്തോടെ മുമ്പോട്ട് പോയാൽ മാത്രം വിജയിക്കുന്ന ഒരു വകുപ്പാണ്. നാളെ ഇതുവരെയുള്ള ആരോഗ്യ വകുപ്പിന്റെ നേട്ടങ്ങളെല്ലാം തന്നെ അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഭാവിയിലും അങ്ങനെ ഉണ്ടാവും. ഞാൻ മരിച്ചു പോകാം, അല്ലേ? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും മരിച്ചു പോകാം, പക്ഷെ സിസ്റ്റം വിൽ കണ്ടിന്യൂ. അതാണ് എന്റെ അറിവ്. അതേസമയം റീനയുടെ കാര്യത്തിൽ നിയമോപദേശം തേടിയതായി മന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കി. നിലവിലെ ഡയറക്ടർ ഡോക്ടർ മീനാക്ഷി നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുവെന്നും മന്ത്രി പറഞ്ഞു. അല്ല, അത് ഞങ്ങൾ നിയമോപദേശം തേടിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം കിട്ടിയതിന് ശേഷം നടപടി സ്വീകരിക്കും. ഇല്ല, അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഞാൻ പറയാം, അതായത് DHSന്റെ ഇപ്പോൾ കസേരയിലിരിക്കുന്ന ഡോക്ടർ മീനാക്ഷി കാര്യങ്ങൾ നന്നായി നടത്തുന്നുണ്ട്. കോൺഫറൻസുകൾക്കൊന്നും യാതൊരു മുടക്കവുമില്ല, പ്രവർത്തനങ്ങൾക്ക് ഒരു തടസ്സവുമില്ല. മറ്റേ ഇതിൻ്റെ പേരിലൊരു നിയമവശം ഉള്ളതുകൊണ്ട് അഡ്വക്കേറ്റ് ജനറലിന്റെ ഉപദേശം തേടിയിട്ടുണ്ട്. സ്റ്റേ ലഭിക്കും വരെ ഫലത്തിൽ 2 ഡയറക്ടർമാർ ഇരിക്കുന്ന അവസ്ഥയാണ്. അല്ല, കുഴപ്പമില്ല, ഭരണസമ്പന്നമില്ല. കാര്യങ്ങൾ നോക്കാൻ മന്ത്രി മുതൽ താഴെ തട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ വരെ വളരെ വിജിലന്റായി പ്രവർത്തിക്കുന്നു. ആരോഗ്യവകുപ്പിലെ കസേരകളിക്ക് പിന്നാലെ പുറത്തിറക്കിയ പുതിയ സർക്കുലറും വിവാദമായിരിക്കുകയാണ്. ആരോഗ്യ പ്രവർത്തകർക്ക് ദീർഘ അവധി നൽകരുതെന്നും നിർദ്ദേശമുണ്ട്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട്. സാരംഗ്, ഒരു തുരപ്പൻ പണികളും കസേരയിലിരുന്ന് വേണ്ട എന്നായിരുന്നു ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം. പക്ഷേ റീന അതിനെയെല്ലാം നിഷേധിക്കുകയല്ലേ? തീർച്ചയായും അതിനെല്ലാം വ്യക്തമായി ഖണ്ഡിച്ചുകൊണ്ടായിരുന്നു ഇന്ന് റീനയുടെ പ്രതികരണം ഉണ്ടായിരുന്നത്. കാരണം കാര്യമായി പറഞ്ഞ പല കാരണങ്ങളും, അതായത് ഈ അവധി എടുക്കുന്ന കാര്യമായിക്കോട്ടെ, ഒപ്പം തന്നെ നിപ ഫലം കൃത്യമായി മന്ത്രി അറിയിച്ചില്ല എന്നടക്കമുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു പല കാരണങ്ങളും. അതായത് അവധിയുടെ കാര്യമാണ് പ്രധാനമായും സ്ഥലമാറ്റത്തിൽ എടുത്തു പറയുന്നതെങ്കിൽ പോലും ഇതെല്ലാം, അതായത് നിപ ഫലം അറിയിച്ചില്ല, ഒപ്പം തന്നെ ശബരിമല ഡ്യൂട്ടിയിലടക്കം ഡോക്ടർമാരെ നൽകില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചു എന്ന വിവാദപരമായിട്ടുള്ള പരാമർശങ്ങൾ ഇതിനു പിന്നാലെ വന്നിരുന്നു. എന്തിനായാലും അതെല്ലാം ശരിയായ രീതിയിൽ ഗണ്ണിച്ചുകൊണ്ടായിരുന്നു ഇന്ന് ഡോക്ടർ റീനയുടെ പ്രതികരണം വന്നത്. പ്രധാനമായും നിപ ഫലം അത് തന്നെ അറിയിക്കാൻ വൈകിയിരുന്നു. പക്ഷേ അത് ഉടൻ തന്നെ മന്ത്രിയെ ഉടൻ തന്നെ അറിയിക്കുകയും ചെയ്തു. മാത്രമല്ല, ശബരിമല ഡ്യൂട്ടിയിൽ ഡോക്ടർമാരെ നൽകാതിരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. മാത്രം അതിനൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടത്, ഈയൊരു മാസപൂജയിലടക്കം ഡോക്ടർമാരെ കൃത്യമായി നൽകിക്കൊണ്ടാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ അതെല്ലാം വസ്തുതാ വിരുദ്ധമാണ് എന്നാണ് ഡോക്ടറുടെ പ്രതികരണം ഉണ്ടായത്. എന്തിനായാലും നിലവിൽ ട്രൈബ്യൂണലിന്റെ ഉത്തരവ് കയ്യിലുണ്ട്. ആ ഉത്തരവ് പ്രകാരം താൻ തന്നെയാണ് ഡയറക്ടർ. അതുകൊണ്ട് താൻ എല്ലാ ദിവസവും ജോലിക്ക് വരും. കഴിഞ്ഞ ദിവസവും വന്നിരുന്നു, ഇന്നും വന്നിരുന്നു. കഴിഞ്ഞ ദിവസം അടക്കം പറഞ്ഞത് കോടതി വരരുത് എന്ന് പറയുന്നത് വരെ താൻ ജോലിക്കായി ആസ്ഥാനത്തേക്ക് എത്തുമെന്ന് തന്നെയാണ് അറിയിച്ചത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ടാക്കാനോ അല്ലെങ്കിൽ ആസ്ഥാനത്തോ യോഗത്തിലേക്ക് തള്ളിക്കയറാനോ ഒന്നും തന്നെ താൻ തയ്യാറല്ല എന്നടക്കം കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തിനാലും ഇന്നും ഇപ്പോഴും അവർ അവിടെ ഓഫീസിനകത്ത് തുടരുകയാണ്. അവർ ജോലിയിൽ വ്യാപൃതരാകുന്നു എന്നാണ് റീന പറയുന്നത്. കാരണം അവിടെ ഒരുപാട് ജോലികളുണ്ട്, അത് കൃത്യമായി നടത്തിപ്പോകുന്നു. കാരണം ഡയറക്ടറുടെ ഇപ്പോൾ പകർച്ചവ്യാധികളടക്കം തുടരുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ജോലികൾ ഇപ്പോഴും പെൻഡിംഗായി കിടക്കുന്നുണ്ട്. പല കാരണങ്ങളും, അതായത് പ്രതിരോധ പ്രവർത്തനങ്ങളടക്കം നടത്തേണ്ടതുണ്ട്. അതിലടക്കം തന്റെ ശ്രദ്ധ ചെലുത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. മറ്റു കാര്യങ്ങളെല്ലാം, അതായത് സർക്കാർ അപ്പീലിന് പോയതോ അതുമായി ബന്ധപ്പെട്ട സാങ്കേതിക തടസ്സങ്ങളോ ഒന്നും തന്നെ തനിക്ക് അറിയില്ല എന്നുമാണ് ഇന്ന് ഡോക്ടർ റീനയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. അതിനൊപ്പം തന്നെ അതായത് സർക്കാർ നിയോഗിച്ച ഡോക്ടറും ഇപ്പോൾ കൃത്യമായി ചുമതലകൾ നിർവഹിച്ച് മുന്നോട്ട് പോകുന്നു. പക്ഷേ അത് ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന കാര്യം തീർച്ചയാണ്. കാരണം തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഒരു ആശയക്കുഴപ്പവും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നവമി, ശരി. തിരുവനന്തപുരത്ത് നിന്നും സാരംഗ് സുധാകരനാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.